ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനലിലേക്ക് അടുക്കെ വിജയസാധ്യത കൂടുതലുള്ളത് അനുമോൾ, അനീഷ് എന്നിവർക്കാണ്. അനുമോൾക്ക് വലിയ ആരാധക വൃന്ദമുണ്ടെങ്കിലും അവസാന ഘട്ടം കാര്യങ്ങൾ മാറി മറിയുമോ എന്ന് അനുമോൾക്ക് കപ്പ് ലഭിക്കുമെന്ന ആശങ്ക ആരാധകർക്കുമുണ്ട്. കടുത്ത പിആർ അനുമോൾക്കുമുണ്ട്. 14,00,000 പിആറിന് അനുമോൾ നൽകിയിട്ടുണ്ടെന്നാണ് ആരോപണവും. അനുമോൾക്കെതിരെ സംസാരിക്കുന്ന സഹമർദ്ദകർക്കെതിരെ കടുത്ത സൈബർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. എന്നാൽ അനുമോളും കുടുംബം ഈ വാദം അംഗീകരിക്കുന്നില്ല. ഇപ്പോഴിതാ അനുമോളെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ബിനു അനുമാലി. സ്റ്റാർ മാജിക് എന്ന ഷോയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണിവർ. അനുമോൾ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ബിനു അനുമാലി പറയുന്നു. ഒരു ഓൺലൈൻ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. 7 വർഷത്തോളമായി അറിയാവുന്ന ആളാണ് അനുമോൾ. ആൺകുട്ടിയെപ്പോലെ തന്നെ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളാണ്. അവളുടെ വീട് നോക്കുന്നത് അവളാണ്. സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ കിടന്ന് ചിലപ്പോൾ ഉറങ്ങും. സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞ് ബസ്സിൽ കയറി വന്ന് ഫ്ലോറിൽ ഉറങ്ങുന്നത് ഹാർഡ് വർക്കിന്റെ മഹാസംഭവമാണ്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് വളരെ നല്ല രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പെൺകൊച്ചുങ്ങൾ നിന്ന് കണ്ട് പഠിക്കണമെന്ന് ഞങ്ങൾ പറയാറുമുണ്ട്. നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഭയങ്കരമായ ഡ്രസ്സൊക്കെ ഇട്ട് ഗെറ്റപ്പിലും സെറ്റപ്പിലും നിൽക്കുന്നതാണ്. ഈ നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളിലൊരു തേങ്ങലുണ്ട്. നമ്മളുള്ളവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഇപ്പോഴുള്ള പെൺകുട്ടികൾ കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വമാണ് അനുമോളുടേത്. കാരണം ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ചെയ്യുന്നത് കാണിക്കേണ്ടതാണ്. ഞാനൊക്കെ 2 പ്രോഗ്രാം വന്നാൽ വേണ്ടെന്ന് പറയും. കാരണം നമ്മൾ ആ ഷോയ്ക്ക് കൃത്യമായി എത്താമെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. കുറച്ച് റിലാക്സ് ചെയ്യണമെന്ന് അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഇതൊന്നും കേൾക്കാറില്ല. അവളെപ്പോഴും ഓട്ടം തന്നെയാണ്. അവൾക്ക് നല്ല ലക്ഷ്യബോധമുണ്ട്. അത് നേടണമെന്ന് വിശ്വാസവും ബിനു അനുമാലി പറയുന്നു. റിയൽ ലൈഫിൽ അവൾക്ക് പെട്ടെന്ന് കരയുന്ന ആളാണെന്ന് അനുമോൾ എന്നും ബിനു അനുമാലി പറയുന്നു. അനുമോൾ പറയുന്നത് പോലെ അത്ര സാമ്പത്തിക നിലയുള്ള ആളല്ലെന്ന വാദത്തെക്കുറിച്ചും ബിനു അനുമാലി സംസാരിച്ചു. കഷ്ടപ്പെട്ട് ഓടി നടന്ന് അവൾ പൈസയും സമയവും കളഞ്ഞില്ല. പക്ഷേ പേഴ്സണലി അറിയില്ല. ഇത്രയും ആത്മബന്ധം ഉണ്ടെങ്കിലോ ഇപ്പോഴും എത്ര ഫണ്ടുണ്ട് എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? നമ്മൾ എന്ത് പറയുന്നോ അത് കേൾക്കും. അവൾ പൈസ കൂട്ടി വെക്കുന്നെന്നും ബിനു അനുമാലി പറഞ്ഞു.